പേഴ്സണൽ ഫൈനാൻസ് സീരീസ് ക്ലാസ് 3ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് അസറ്റ്, എന്തൊക്കെ തരം അസറ്റുകളുണ്ട്, എത്ര കാലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, എന്താണ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റിംഗ്, എന്താണ് അസറ്റ് അലോക്കേഷൻ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയി. വീഡിയോ കാണാത്തവർക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐ ബട്ടണിലും വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് എമർജൻസി ഫണ്ട് എന്താണ് എന്നുള്ളതിന്റെ ഉത്തരമാണ്. ഐ എം നിഖിൽ കാരോത്ത്. വെൽക്കം ടു പെർക്യാപ് പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി. എൻ്റെ സുഹൃത്ത് അനന്തു എമർജൻസി ഫണ്ട് എന്ന് കേട്ടപ്പോൾ തന്നെ നേരെ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് എന്താണ് എമർജൻസി ഫണ്ട് എന്ന് മനസ്സിലാക്കി. എന്നിട്ട് വളരെ സ്മാർട്ടായിട്ട് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, എമർജൻസി ഫണ്ട് എനിക്കറിയാം, നമ്മുടെ ഒരു മാസത്തെ ചെലവ് ഇൻറ്റു 6, അതായത് എൻ്റെ ഒരു മാസത്തെ ചെലവ് 20,000 രൂപയാണെങ്കിൽ ഇൻറ്റു 6, അതായത് 1,20,000 രൂപ എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടാവണം. ഈ ഒരു ക്യാഷ് എൻ്റെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിൽ മുന്നോട്ടുള്ള ഏത് എമർജൻസി ഫൈനാൻഷ്യൽ ക്രൈസിസിലും ഞാൻ പെട്ടുപോകാതെ രക്ഷപ്പെടും. എനിക്ക് എമർജൻസി ഫണ്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പക്ഷേ അനന്ത് മനസ്സിലാക്കണം, നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, 6x എക്സ്പെൻസ് അല്ല എല്ലാവർക്കും. ചില ആളുകൾക്ക് 3x എക്സ്പെൻസ് ഉണ്ട്, ചില ആളുകൾക്ക് 10x എക്സ്പെൻസ് ഉണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ 6x എക്സ്പെൻസ് ആയിരിക്കില്ല നിങ്ങളുടെ എമർജൻസി ഫണ്ടായിട്ട് വരുന്നത്, അതിനേക്കാൾ കൂടും. അതിനു മുമ്പ് എന്താണ് എമർജൻസി ഫണ്ട് എന്ന് മനസ്സിലാക്കണം. ഒരച്ഛൻ, അമ്മ, 2 കുട്ടികൾ, ഒരു ചെറിയ കുടുംബം വളരെ സന്തോഷമായിട്ട് ജീവിച്ചു പോകുന്നു. അച്ഛൻ ജോലിക്ക് പോകുന്നു, അമ്മ ഹൗസ് വൈഫാണ്, 2 കുട്ടികളും പഠിക്കുകയാണ്. അങ്ങനെ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന അവരുടെ കുടുംബത്തിലേക്ക് ഒരു ദുഃഖം കടന്നു വന്നു. രാവിലെ ഓഫീസിലേക്ക് പോയ അച്ഛൻ്റെ ബൈക്ക് ആക്സിഡൻ്റ് ആയി, ഹോസ്പിറ്റലൈസ്ഡ് ആയി. ഡോക്ടർ പറഞ്ഞു 2 മാസം ഫുൾ റെസ്റ്റ് വേണം. സാലറി ഇല്ലാതെ ആ കുടുംബം എങ്ങനെ 2 മാസം മുൻപോട്ട് പോകും? ഇങ്ങനെ അപ്രതീക്ഷിതമായിട്ട് വരുന്ന എമർജൻസി സിറ്റുവേഷൻസിനെ മറികടക്കാനുള്ളതാണ് എമർജൻസി ഫണ്ടുകൾ. ഇത് കേട്ട അനന്തു വളരെ ദയനീയമായ മുഖത്തോടു കൂടി എന്നോട് ചോദിച്ചു, എങ്ങനെയാണ് എമർജൻസി ഫണ്ട് ഉണ്ടാക്കേണ്ടത്? എമർജൻസി ഫണ്ട് ഉണ്ടാക്കാൻ 2 വഴികളാണ് പ്രധാനമായും. ഒന്ന്, എമർജൻസി ഫണ്ടിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്ത് എമർജൻസി ഫണ്ട് ആയതിനു ശേഷം മാത്രം ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. രണ്ടാമത്തത്, എമർജൻസി ഫണ്ടും ഇൻവെസ്റ്റിങ്ങും ഒരേപോലെ സ്റ്റാർട്ട് ചെയ്യുക. ഇതിൽ ഏത് വഴിയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആകുന്നത് എന്ന് നോക്കിയിട്ട് ആ വഴി തിരഞ്ഞെടുക്കുക. അനന്തുവിന് പിന്നീട് വന്ന പ്രസക്തമായിട്ടുള്ള മറ്റൊരു സംശയമാണ് എമർജൻസി ഫണ്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന്. നിങ്ങൾക്കറിയോ എമർജൻസി ഫണ്ട് എവിടെയാണ് സൂക്ഷിക്കേണ്ടത് എന്ന്? എമർജൻസി സിറ്റുവേഷനെ മറികടക്കാനുള്ളതാണ് എമർജൻസി ഫണ്ട്. അതുകൊണ്ട് തന്നെ എമർജൻസി സിറ്റുവേഷൻസിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രൂപത്തിലായിരിക്കണം എമർജൻസി ഫണ്ടുകളെ കീപ്പ് ചെയ്യാൻ. ഉദാഹരണമായിട്ട് സേവിങ്സ് അക്കൗണ്ട്, ഫിക്സഡ് ഡിപ്പോസിറ്റ്, ലിക്വിഡ് ഫണ്ട്സ് മുതലായവ. ഇക്വിറ്റി പോലുള്ള ഹൈ റിസ്ക് സെഗ്മെന്റ്സിൽ ഒരു കാരണവശാലും എമർജൻസി ഫണ്ടിനെ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ അനന്തുവിനോട് ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചോദിച്ചു. ഒരു വ്യക്തി ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറാകുന്നതിലും മുൻപ്, എമർജൻസി ഫണ്ടിനെക്കാട്ടിലും മുൻപ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്താണെന്ന് നിങ്ങൾക്കറിയോ? അതാണ് ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് പറയാനും ചോദിക്കാനുമുള്ള കാര്യങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. സോ ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.